ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ മാത്സ് സബ്ജക്റ്റ് ആണ്. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് എമംഗ് 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടിന്റെ ക്ലാസ് ആണ് ഇന്നത്തേത്. ഓക്കെ, അപ്പൊ നമ്മുടെ മാത്സ് സബ്ജക്റ്റിന്റെ മറ്റ് ചാപ്റ്റേഴ്സ് കാണാൻ വേണ്ടി അല്ലെങ്കിൽ ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. അതേപോലെ തന്നെ നമ്മൾ വേറെ സബ്ജക്ട് 4ാം ക്ലാസ്സിലെ വേറെ സബ്ജക്റ്റുകളുടെ ക്ലാസ്സും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിലുണ്ട്. അപ്പൊ അതിനെല്ലാം തന്നെ നമ്മൾ പ്ലേലിസ്റ്റ് ഉണ്ട്. മലയാളത്തിൽ 4ാം ക്ലാസ്സിലെ മലയാളം പ്ലേലിസ്റ്റ് ഉണ്ട്, ഇംഗ്ലീഷ് പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ തീർച്ചയായും കാണുക. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പേരാണ് എമംഗ് 4 ഡിജിറ്റ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരാണ് എമംഗ് 4 ഡിജിറ്റ് നമ്പേഴ്സ്, അല്ലെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് പേജിൽ തന്നെ എന്താ കൊടുത്തിരിക്കുന്നത്? ബാക്ക് ടു സ്കൂൾ. ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? ഒരു അച്ഛനും മകളും കൂടി കടയിൽ പോയി സാധനം വാങ്ങാൻ പോയിരിക്കുകയാണ്. സ്കൂൾ ബസാറിൽ പോയിട്ട് സാധനം വാങ്ങുകയാണ്. അപ്പൊ സമ്മർ വെക്കേഷൻ ഒക്കെ നമ്മുടെ കഴിഞ്ഞ് നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്കൂളിലേക്ക് പോകുമ്പോൾ പുതിയ സാധനങ്ങളൊക്കെ, പുതിയ ബാഗും കൊടയും പുസ്തകമൊക്കെ നമ്മൾ കൊണ്ടുപോകുക അല്ലെ? അപ്പൊ അതൊക്കെ വാങ്ങില്ലേ നിങ്ങൾ? ഇതുപോലെ നിങ്ങളുടെ പാരന്റ്സിന്റെ കൂടെ പോയിട്ട് വെക്കേഷൻ ടൈമിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവില്ലേ? പുതിയ സാധനങ്ങൾ. അതുകൊണ്ടല്ലേ നമ്മൾ സ്കൂളിൽ പോയത്. അപ്പൊ അതേപോലെ നമ്മുടെ റീനയും അച്ഛന്റെ കൂടെ കടയിൽ വന്നിരിക്കുകയാണ്. കാരണം സമ്മർ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു, ഇനി സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അപ്പൊ ബാക്ക് ടു സ്കൂൾ. സമ്മർ വെക്കേഷൻ ഈസ് ഓൾമോസ്റ്റ് ഓവർ. റീന ആൻഡ് ഹെർ ഫാദർ ആർ അറ്റ് ദി സ്കൂൾ ബസ്. അപ്പൊ റീനയും റീനയുടെ അച്ഛനും ഇപ്പൊ സ്കൂൾ ബസാറിലാണ് സാധനം വാങ്ങാൻ നിൽക്കുകയാണ്. റീന എന്താ പറയുക? ഫാദർ, ഐ വോണ്ട് എ ന്യൂ ബാഗ് ടു. എനിക്കൊരു ബാഗ് കൂടി വേണമെന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ് റീനയ്ക്ക് അച്ഛൻ വാങ്ങിക്കൊടുത്തത് നമുക്ക് നോക്കാം. They bought an umbrella for 250 rupees. 250 rupees. 5 notebooks are 10 rupees each and a dress for 700 rupees. എന്ന് വെച്ചാൽ എന്തൊക്കെയാ വാങ്ങിയിരിക്കുന്നത്? അതായത് 250 രൂപയുടെ ഒരു കൊട വാങ്ങി, 10 രൂപ വിലയുള്ള 5 നോട്ട് പുസ്തകം വാങ്ങിയിട്ടുണ്ട്. അതേപോലെ ഒരു ഡ്രസ്സ്, 700 രൂപ വിലയുള്ള ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പൊ നോക്കിക്കേ, അംബ്രല്ലയുടെ വില എന്താ? 250 രൂപ. നോട്ട് പുസ്തകത്തിന് എത്ര രൂപ? 10 രൂപ വിലയുള്ള 5 എണ്ണം. അപ്പൊ എത്രയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, 3ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ 10ന്റെ ടേബിൾ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ പഠിച്ചിട്ടില്ലേ? അപ്പൊ 10 into 5 എത്ര ആൻസർ? അല്ലെങ്കിൽ 5 into 10 ആൻസർ എത്രയാണ്? 50 അല്ലെ? 50. അപ്പൊ നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കണം വില. അതായത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 10 5 തവണ എഴുതി കൂട്ടി നോക്കാം, പ്ലസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് 50 കിട്ടും. അതല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 10 into 5 ചെയ്താൽ, അല്ലെങ്കിൽ 5 into 10 ചെയ്താലും എന്താണ് ഉത്തരം? 5 into 10 അല്ലെങ്കിൽ 10 into 5 ചെയ്യാം, ഉത്തരം 50 ആണ്. ഓക്കെ, അത് ആദ്യം കണ്ടുപിടിക്കുക. പിന്നെ ഡ്രസ്സിന്റെ വില തന്നിട്ടുണ്ട് 700 രൂപ. ചോദ്യം ഇതാണ്, വാട്ട് ഇസ് ദ ടോട്ടൽ കോസ്റ്റ്? മൊത്തം എത്ര രൂപയായി എന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ താഴേക്ക് എഴുതി പ്ലസ് ചെയ്ത് നോക്കുക, കൂട്ടി നോക്കുക. അപ്പൊ എല്ലാവരും കൂട്ടാൻ അറിയില്ലേ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ സൈഡ്, അതായത് നമ്മുടെ വലത് സൈഡിലെ നമ്പേഴ്സ് ആണ് ആദ്യം കൂട്ടേണ്ടത്. അപ്പൊ 0യും 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 കൂട്ടുക, ഉത്തരം 0. പിന്നെ അടുത്ത സംഖ്യകൾ 5ഉം 5ഉം ഈ 0യും കൂട്ടുക. 5ഉം 5ഉം നമുക്ക് 10 ആണെന്ന് അറിയാം അല്ലെ? 5ഉം 5ഉം കൂട്ടിയിട്ട് 10 കിട്ടിയില്ലേ? ഇനി 10ഉം ഈ 0യും കൂടെ കൂട്ടുക, 0യും കൂടെ കൂട്ടുമ്പോൾ ഉത്തരം എന്താണ്? 10 തന്നെയാണല്ലേ? അപ്പൊ 0 ഏതൊരു നമ്പറിന്റെ കൂടെ കൂട്ടിയാലും അതെന്ത് തന്നെയായിരിക്കും? നമ്മൾ ഏത് സംഖ്യയാണോ അതിന്റെ കൂടെ 0ന്റെ കൂടെ കൂട്ടിയത് ആ സംഖ്യ തന്നെയാണ് അതിന്റെ ഉത്തരമായി വരിക. 10ഉം 0യും കൂട്ടിയാൽ 10 തന്നെയാണ് ഉത്തരം. 10 എന്ന് പറയുന്നത് 2 ഡിജിറ്റ് നമ്പർ, രണ്ടക്ക സംഖ്യയാണ്. അപ്പൊ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് 10 എഴുതാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ 10ലെ 1 നമ്മൾ മേലെ എഴുതി, 0 താഴെ എഴുതി. അടുത്തത് ഈ 1ഉം 2ഉം 7ഉം കൂടെ കൂട്ടുക. 1ഉം 2ഉം 7ഉം കൂടെ കൂട്ടി നോക്കിയിട്ട് എത്ര ഉത്തരം കിട്ടിയത്? ഒറ്റയടിക്ക് നമുക്ക് 1ഉം 2ഉം 7ഉം കൂടെ കൂട്ടാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആദ്യം രണ്ടക്കങ്ങൾ കൂട്ടുക. 1ഉം 2ഉം കൂടെ കൂട്ടി ഉത്തരം 3 എന്ന് കിട്ടിയില്ലേ? 3ഉം 7ഉം കൂടെ കൂട്ടുമ്പോൾ ഉത്തരം എന്താ കിട്ടുക? 10. അപ്പൊ ഈ 3 സാധനങ്ങളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടി? ഇതാണ് നമ്മുടെ ആദ്യത്തെ, അതായത് ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് ഏതാണ്? 1000. ഓക്കെ, അപ്പൊ ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് എന്നാണ് നമ്മൾ നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും, നിങ്ങൾ മറക്കരുത്, ഏറ്റവും ചെറിയ നമ്മുടെ 4 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത്, സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 1000 ആണ്. ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 1000. Father has only 100 rupee note with him. How many notes should he give? അച്ഛന്റെ കയ്യില് 100 രൂപയുടെ നോട്ടുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 1000 രൂപ കടക്കാരന് കൊടുക്കണം. 100 രൂപയുടെ നോട്ടുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര നോട്ട് കൊടുത്തിട്ടുണ്ടാവും? എത്ര 100ന്റെ നോട്ട് കൊടുത്തിട്ടുണ്ടാവും? 10. എങ്ങനെയാണ് കിട്ടുന്നത്? അതായത് നമ്മൾ 10
100 ചേരുന്നത് അല്ലെ 100 100 100 അങ്ങനെ 10 100 ചേരുമ്പോഴാണ് എന്താവുന്നത് 1000 ആവുന്നത് അല്ലെ ഇവിടെ നോക്കിയാൽ നമ്മൾ thousands ആണ് പറയുന്നത് അതായത് 1000 നോട്ട് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ എങ്ങനെ വായിക്കുക 1000 അടുത്ത എത്ര 1000 ഉണ്ട് 2 അല്ലെ 2000 ആണ് 2 thousands 2000 നമ്മൾ എങ്ങനെയാണ് നമ്പറിൽ എഴുതുക ഇങ്ങനെയാണ് എന്ത് നമ്പർ നെയിം എഴുതുക ഓക്കേ ഇങ്ങനെ വായിക്കുക 2000 അടുത്തത് 3000 4000 5000 6000 7000 8000 9000 പിന്നെ ഇതോ ലാസ്റ്റ് 10,000 അപ്പൊ 10,000 എന്ന് പറയുന്നത് 4 ഡിജിറ്റ് നമ്പർ അല്ല 5 ഡിജിറ്റ് നമ്പർ ആണ് അതായത് ഏറ്റവും ചെറിയ 5 ഡിജിറ്റ് നമ്പർ ആണ് 10,000 ഓക്കെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം സപ്പോസ് ഫാദർ നമ്മൾ ഇത് പഠിച്ചു വെക്കുക നമ്മൾ നമ്പറും അതായത് നമ്മുടെ നമ്പർ എങ്ങനെയാണ് 6000 7000 8000 ഒക്കെ എഴുതാൻ നമുക്ക് അറിയണം അതുപോലെ നമ്പർ നെയിമും നമുക്ക് അറിയണം ഓക്കെ നമ്പർ നെയിം എഴുതാനും അറിയണം 6000 ആണ് ഇത് 7000 ആണ് നമുക്ക് അറിയണം അപ്പോൾ ഇത് പഠിച്ചു വെക്കുക അടുത്തത് സപ്പോസ് ഫാദർ ഹാഡ് ഓൺലി 500 rupees note with him how many notes then അതായത് അച്ഛന്റെ കയ്യിൽ 500 രൂപ നമ്മൾ 100 രൂപയുടെ നോട്ടാണെങ്കിൽ 10 എണ്ണം വേണം 1000 ആവാന്ന് പറഞ്ഞു അല്ലെ 1000 ആവാന്ന് പറഞ്ഞു 500 രൂപയുടെ നോട്ടാണ് അച്ഛന്റെ കയ്യിൽ മുഴുവൻ 500 രൂപയുടെ നോട്ടാണ് ഉള്ളതെങ്കിൽ എത്ര നോട്ട് കൊടുത്തിട്ടുണ്ടാവും എത്ര 500 ചേരുന്നതാണ് 1000 എത്ര 500 ചേരുന്നതാണ് 1000 രണ്ട് 500 ചേരുന്നതാണ് 1000 രണ്ട് 500 ചേരുമ്പോൾ ഉത്തരം എന്താണ് 1000 അപ്പോൾ എത്ര 500 rupees നോട്ട് കൊടുത്തിട്ടുണ്ടാവും രണ്ടെണ്ണം 2 അടുത്ത ചോദ്യം what if he had only 1000 rupees നോട്ട് അച്ഛന്റെ കയ്യിൽ 1000ന്റെ ഒരു നോട്ട് മാത്രമാണ് ഉള്ളതെങ്കിൽ 1000 rupeesന്റെ ഒറ്റ നോട്ടാണ് ഉള്ളതെങ്കിൽ എത്ര കൊടുത്തിട്ടുണ്ടാവും ഒരു നോട്ട് കൊടുത്താൽ മതി അല്ലേ ഒന്ന് കൊടുത്താൽ 1000 ആയി ഇനി അടുത്തത് he also bought Reena a bag for 500 rupees then how much should he pay in all അപ്പോൾ അവള് 1000 രൂപയ്ക്ക് ഇത്രയും സാധനമൊക്കെ അച്ഛൻ വാങ്ങിക്കൊടുത്തു അതിനുശേഷം റീനയ്ക്ക് ഒരു ബാഗ് കൂടെ വാങ്ങി 500 rupeesന്റെ 500 രൂപയുടെ ഒരു ബാഗ് കൂടെ വാങ്ങിയാൽ എത്ര രൂപ ആയിട്ടുണ്ടാവും മൊത്തം എത്ര ടോട്ടൽ ആയിട്ടുണ്ടാവും എന്നാണ് ചോദ്യം അപ്പോൾ എത്രയായി 1000 ആയി 1000ന്റെ കൂടെ 500 പ്ലസ് ചെയ്ത് നോക്കുക കൂട്ടി നോക്കുക ഉത്തരം എന്താ കിട്ടുന്നത് അപ്പോൾ ഈ സൈഡിൽ നിന്ന് വേണം എപ്പോഴും നമ്മൾ ഇങ്ങനെയാണ് കൂട്ടിയിട്ട് പോകേണ്ടത് ഇങ്ങനെ ഈ സൈഡിൽ നിന്നാണ് അതായത് നമ്മുടെ വലത് സൈഡിൽ നിന്ന് ഇടത് സൈഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക കൂട്ടിയിട്ട് പോവുക ആഡ് ചെയ്ത് പോകേണ്ടത് അല്ല ആദ്യമേ ഇപ്പുറത്തോടെ എഴുതരുത് ആദ്യം തന്നെ 1 ഇറക്കി എഴുതി പിന്നെ ഇങ്ങനെ പ്ലസ് ചെയ്ത് വരരുത് ഇടതുനിന്ന് വലത് സൈഡിലേക്ക് പ്ലസ് ചെയ്ത് വരരുത് ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ 0 കൂട്ടി 0 കൂട്ടി 0 യും 5ഉം കൂട്ടി ഉത്തരം 5 5 പിന്നെ 1ന്റെ അടിയിൽ ഒന്നുമില്ല അല്ലെ താഴെ നമ്പർ ഒന്നുമില്ല അപ്പോൾ 1 ഇറക്കി കിട്ടും അപ്പോൾ 1500 1000 ഉം 500 കൂടെ പ്ലസ് ചെയ്യുമ്പോൾ ഉത്തരം എന്താ കിട്ടുന്നത് 1500 അടുത്തത് he paid it in 1000 rupees notes and 100 rupees notes how many of each did he give അപ്പോൾ മൊത്തം 1500 rupees ആയി അച്ഛൻ 1000 rupees നോട്ടും കൊടുത്തു 100 rupeesന്റെ നോട്ട്സും കൊടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എത്ര 1000 രൂപയുടെ നോട്ട് കൊടുത്തിട്ടുണ്ടാവും എത്ര 1000 rupeesന്റെ നോട്ട് കൊടുത്തിട്ടുണ്ടാവും എത്ര 100 rupeesന്റെ നോട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നേരെ നോക്കിയിട്ട് പറഞ്ഞ ഇവിടെ എത്ര ഈ ഉത്തരം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ 1 ഇതെങ്ങനെ വായിക്കുക 1500 എങ്ങനെ വായിക്കുന്ന നോക്കിക്കുക 1000 എത്ര ആയിരമാണ് 1 അല്ലേ 1500 ഇങ്ങനെയല്ലേ വായിക്കുക അപ്പൊ ഇതെന്നല്ലേ നമുക്ക് ഉത്തരം കിട്ടിയില്ലേ എത്ര 1000 ആണുള്ളത് 1000 എത്ര 100 ആണുള്ളത് 500 അപ്പൊ 500 rupees നോട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക മനസ്സിലായില്ലേ അടുത്തത് ഇവിടെ നോക്കി കുട്ടി എന്താ പറയുന്നത് നോക്കി I have 50 100 500 and 1000 rupees notes how many of each make 1500 rupees അപ്പോൾ കുട്ടി പറയുന്നത് എൻ്റെ കയ്യിൽ 50 രൂപയും 100 രൂപയുടെയും 500 രൂപയുടെയും അതുപോലെ 1000 rupeesന്റെ നോട്ടുകൾ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ എത്ര എണ്ണം വീതം എടുത്താൽ 1500 rupees ആകും എന്നാണ് ചോദ്യം അപ്പോൾ നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുക അത് ആൻസർ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി നമ്മൾ ആൻസർ കൊടുത്തിട്ടുണ്ട് അടുത്തത് ചേഞ്ചിങ് എ നോട്ട് നമ്മൾ ഇവിടെ നോക്കിക്കേ നമ്മൾ 1000 rupeesനെ നമ്മൾ പല രീതിയിലേക്ക് ചേഞ്ച് ചെയ്യണം അതായത് മൊത്തം 1 rupee ആക്കി നമ്മൾ 1000 rupeesനെ എല്ലാം 10 രൂപ ആക്കി എല്ലാം 10 രൂപയാക്കി പിന്നെ അല്ലെങ്കിൽ നമ്മൾ 500 രൂപയാക്കുന്നു അല്ലെങ്കിൽ 100 രൂപയാക്കുന്നു അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഓക്കെ ഇവിടെ നോക്കിക്കേ എല്ലാം 1 rupees ആക്കി നമ്മൾ ചാക്കിൽ എടുത്തിരിക്കുന്നുണ്ടോ കാശ് 1000 rupees ഒരു നോട്ടിന് എല്ലാം ചില്ലറയാക്കി മാറ്റി അപ്പോൾ എത്ര 1000 എത്ര 1 rupee കിട്ടി I got 1000 അതായത് 1000നെ 1 ആക്കി മാറ്റിയപ്പോൾ എത്ര കിട്ടി 1001 ആണ് കിട്ടിയത് അതേപോലെ 10 rupees ആക്കിയപ്പോൾ എത്ര നോട്ട് കിട്ടി I got 100
500 rupees ആക്കിയപ്പോഴോ I got only 2, 2 നോട്ടാണ് കിട്ടിയത് അല്ലേ? അഥവാ 100 rupees നോട്ട് ആക്കിയപ്പോൾ I got only 10, 10 കിട്ടി. അപ്പൊ എങ്ങനെ പല രീതിയിൽ നമുക്ക് 1000നെ എഴുതാം. 1000ൽ എത്ര വൺസ് ഉണ്ട് എന്നാ പറയണത്? 1000 വൺസ് ഉണ്ട് അല്ലേ? അവിടെ എത്രയാണോ നമ്പർ അത് കംപ്ലീറ്റ് ഉണ്ടാവും വൺസ് ആക്കുകയാണെങ്കിൽ. അപ്പൊ 1000ൽ 1000 വൺസ് ഉണ്ട്. 1000 ടെൻസ് ആക്കുകയാണെങ്കിൽ എത്ര ഉണ്ടെന്നാ പറഞ്ഞത്? 100 ടെൻസ് ഉണ്ട്. 100 ആണെങ്കിൽ 10 ഹൺഡ്രഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, അടുത്തത് ഹൗ മെനി സീഡ്സ്, എത്ര വിത്തുകൾ. അപ്പൊ നോക്കൂ, സ്കൂളാണ് പാലക്കുന്ന് UP സ്കൂൾ. നോട്ടീസ് ബോർഡിൽ ഇട്ടിരിക്കുന്നത് എന്താ നോക്കിക്കേ. പാലക്കുന്ന് UP സ്കൂളിന്റെ നോട്ടീസ് ബോർഡിൽ ഉള്ളതാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം വായിക്കാം. എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ഓൺ June 5th. എന്താ June 5th പ്രത്യേകത എന്താ? June 5th എൻവിറോൺമെന്റൽ ഡേ ആണ് അല്ലെ? നമുക്ക് ചെടിയൊക്കെ കിട്ടും സ്കൂളിൽ നിന്ന്. അപ്പൊ നമ്മുടെ എൻവിറോൺമെന്റൽ ഡേ ആണ് June 5th. ഓക്കെ, ഇപ്പൊ June 5th നോട്ടീസ് ബോർഡിൽ ഇട്ടിരിക്കുന്നത് എന്താണ്? ഹരിത ക്ലബ് ഡിസ്ട്രിബ്യൂട്ട്സ് വെജിറ്റബിൾ സീഡ്സ് ടു മെമ്പേഴ്സ്. അപ്പൊ ഹരിത ക്ലബ്ബ് എല്ലാവർക്കും എന്ത് ചെയ്തിരിക്കുകയാണ്? വെജിറ്റബിൾ സീഡ്സ് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. 10 packets of seeds were brought in, each containing 100 seeds. 10 പാക്കറ്റ് ഉണ്ട്. 10 പാക്കറ്റ്, ഓരോ പാക്കറ്റിൽ 100 വിത്തുകളുണ്ട്. ഓരോ പാക്കറ്റിൽ 100 വിത്ത് ഉണ്ടെങ്കിൽ മൊത്തം ഹൗ മെനി സീഡ്സ് ഇൻ ഓൾ, മൊത്തം എത്ര വിത്ത് ഉണ്ടെന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ലേ? 100 വിത്തുണ്ട്, 10 പാക്കറ്റ് ഉണ്ട്. അപ്പൊ 100ഉം 10ഉം കൂടി ഇൻഡു ചെയ്യാ മൾട്ടിപ്ലിക്കേഷൻ ആണ് പറയണത്. അതല്ല നമുക്ക് എളുപ്പത്തിൽ എഴുതാന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ ഈ വണ്ണും അല്ലെ, 2 വണ്ണും ഇൻഡു ചെയ്ത് ഉത്തരം എഴുതുക. വണ്ണും ഇൻഡു ചെയ്ത ഉത്തരം എന്താ? 1 തന്നെയാണ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ എടുത്ത് നന്നായി പഠിക്കുക. അപ്പൊ വണ്ണും ഇൻഡു ചെയ്ത 1 തന്നെയാണ്. പിന്നെ ഇവിടെ നോക്കൂ, ഇവിടെ എത്ര സീറോ ഉണ്ട്? 2 സീറോ. ഇവിടെ എത്രയുണ്ട്? 1. അപ്പൊ മൊത്തം എത്ര? 2ൽ കൂടെ എത്ര സീറോസ് ഉണ്ട്? 3 സീറോ ഉണ്ട് അല്ലേ? അതാണ് ഇവിടെ എടുത്ത് എഴുതി. ഉത്തരം നമുക്ക് 1000 കിട്ടും. ഇത് നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇങ്ങനെ താഴേക്ക് എഴുതി ഇൻഡു ചെയ്യാനും കൂടെ നമുക്ക് അറിയണം. ഓക്കെ, ഇങ്ങനെ ഇൻഡു ചെയ്യാനും കൂടെ നമുക്ക് അറിയണം. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാന്ന് പറയാം. 100 × 10. ഓക്കെ, എങ്ങനെ ചെയ്യാൻ നോക്കൂ. ആദ്യം നമ്മൾ ഇൻഡു ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പ്ലസും മൈനസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ വലത് സൈഡിൽ നിന്ന് വേണം തുടങ്ങാൻ. അപ്പൊ ഇവിടെ ഈ സീറോയും ആണ് ആദ്യം ഇൻഡു ചെയ്തത്. സീറോയും ഇൻഡു ചെയ്താൽ ഉത്തരം എന്താ വരിക? 0 തന്നെയാണ് വരിക. 0 ഏതോ ഒരു സംഖ്യ, നമ്മൾ പ്ലസിനെ പോലെയല്ല ഇൻഡു ചെയ്യുന്ന സമയത്ത്, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് 0 ഏതോ ഒരു സംഖ്യയുടെ കൂടെ ഇൻഡു ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും ഉത്തരം 0 തന്നെയാണ് വരിക. മറക്കരുത് ഇത്. അപ്പൊ 0 ഇൻഡു ചെയ്താൽ 0. വീണ്ടും നമ്മൾ അടുത്തത് ആ സീറോയും ഇതിന്റെ തൊട്ടടുത്തുള്ള നമ്പർ അവിടെ ഇൻഡു ചെയ്യുക. അതായത് ഈ 0യും കൂടി ഇൻഡു ചെയ്തു, ഉത്തരം 0. അടുത്തത് 0യും 1ഉം കൂടിയാണ് ഇൻഡു ചെയ്തത്. ഇത് ഇൻഡു ചെയ്യേണ്ട സ്റ്റെപ്പാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇൻഡു ചെയ്യുന്ന ഇതുപോലെ ആരോ ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആരോ ഇടുന്നതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഏതൊക്കെ നമ്പേഴ്സ് ആണ് ആദ്യം ഇൻഡു ചെയ്യേണ്ടത്, അതിനുശേഷം ഏതൊക്കെ നമ്പേഴ്സ് ഇൻഡു ചെയ്യണം എന്നുള്ള ഓർഡർ പഠിച്ചു വെക്കുക, മൾട്ടിപ്ലിക്കേഷൻ അറിയാത്തവർ. ഓക്കെ, പിന്നെ അടുത്ത മൂന്നാമത് ഈ സീറോ, ഇവിടെയുള്ള ഇത് 0 ആണ്. ഇവിടെയുള്ള ഏതാണോ ഈ നമ്പർ ആ നമ്പറും ഇവിടുത്തെ മൂന്നാമത്തെ നമ്പർ, ഇവിടെ ആദ്യത്തെ നമ്പർ തമ്മിലാണ് ഇൻഡു ചെയ്യേണ്ടത്. അതായത് ഈ 0യും 1ഉം കൂടി ഇൻഡു ചെയ്തു. നമ്മൾ പറഞ്ഞിരുന്നു 0 ഏതോ ഒരു നമ്പറിന് കൂടെ, നമ്മൾ 0 × 1000 പറഞ്ഞാലും ഉത്തരം 0 ആണ്. 0 × 900 പറഞ്ഞാലും ഉത്തരം 0 ആണ്. അപ്പൊ 0 × 1 എന്ന് പറഞ്ഞാൽ ഉത്തരം എന്താ വരിക? 0. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ 0ന്റെ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഇവിടുത്തെ ഈ 1 ആണ് എടുക്കുക. ഈ 1ഉം ഈ 0യും കൂടെ ആണ് നമ്മൾ ഇൻഡു ചെയ്യുന്നത്. 1ഉം ഈ 0യും കൂടി ഇൻഡു ചെയ്യുമ്പോൾ ഉത്തരം എന്താ വരുന്നത്? 0 ആണ് വരുന്നത്. അത് എഴുതേണ്ടത് എവിടെയാണ്? 1ന്റെ നേരെ താഴെ, അതായത് ഇവിടെ. ഓക്കെ, അവിടെ എഴുതുന്നു. അടുത്തത് ഈ 1ഉം ഇവിടെ തൊട്ട് മേലെയുള്ള 0യും കൂടി ഇൻഡു ചെയ്തു, ഉത്തരം 0. അപ്പൊ നമ്മൾ എഴുതി പോകുന്നത് വലതുവശത്തേക്കല്ല എഴുതി പോകുന്നത്, നേരെ ഇടത് സൈഡിലേക്കാണ് എഴുതി പോകുന്നത്. ഓക്കെ, അടുത്തത് 1ഉം കൂടി ഇൻഡു ചെയ്തു, ഉത്തരം 1. ഇനി കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഇൻഡു ചെയ്യുന്നത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? കിട്ടിയ 2 ഉത്തരങ്ങൾ തമ്മിലും, ഇവിടെ നമ്മൾ ഇത് 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് അല്ലേ? അപ്പൊ താഴെ 2 സ്റ്റെപ്പ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ, അതായത് ഈ 2 ഡിജിറ്റ്സും തമ്മിലും എന്ത് ചെയ്യണം? നമ്മൾ പ്ലസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുള്ളൂ. അപ്പൊ 0ന്റെ താഴെ നമ്പർ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ 0 നേരത്തെ താഴേക്ക് എഴുതി. പിന്നെ അടുത്ത 0 നമ്മൾ പ്ലസ് ചെയ്തു, 0 പ്ലസ് 0. 1ന്റെ മേലെ നമ്പർ ഒന്നുമില്ല, 1 ഇറക്കിയിട്ടു 1000 ആണ് നമുക്ക് ആൻസർ കിട്ടിയത്. അപ്പൊ മൊത്തം എത്ര വിത്തുകളുണ്ട്? ഹൗ മെനി സീഡ്സ് ഇൻ ഓൾ? 1000. അടുത്തത് these seeds are to be equally distributed among the 100 members of the club in small packets. How many seeds in each small packets? അപ്പൊ എന്താ ചോദ്യം എന്താ പറയുന്നത്? അതായത് മൊത്തം 1000 സീഡ്സ് ഉണ്ട് അല്ലെ? 1000 സീഡ്സ് നമ്മൾ ചെറിയ പാക്കറ്റുകളിലേക്ക് മാറ്റിയിട്ട് 100 മെമ്പേഴ്സിനും ഈക്വലി നമ്മൾ കൊടുക്കണം. ഓക്കെ, 100 മെമ്പേഴ്സിനും കൂടി നമ്മൾ എന്ത് ചെയ്യണം?
തുല്യമായിട്ട്, അതായത് ഈക്വലി നമ്മൾ 1000 വിത്തുകൾ ഷെയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ how many seeds in each small packet, അങ്ങനെ ഓരോ ചെറിയ പാക്കറ്റുകളിലും എത്ര വിത്തുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ 1000 വിത്തിനെ 100 പേർക്ക് ഈക്വലി ഷെയർ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇപ്പോൾ ഇൻറ്റു ചെയ്തു, മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, നമ്മൾ നേരെ തിരിച്ചതിനെ ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ പറയുന്നത് ഡിവിഷൻ ആണെന്നാ പറയാ. നിങ്ങൾ ഇത് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഡിവിഷൻ ചെയ്തത്. അപ്പം നമ്മളിങ്ങനെ ഇൻറ്റു എഴുതുന്ന പോലെ ഇങ്ങനെ നമുക്ക് ഡിവിഷൻ എഴുതാൻ പറ്റും. അപ്പം ഇപ്പം 1000നെ 100 നമ്മൾ തുല്യമാക്കി ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം 10 ആണ്. അത് നേരെ റിവേഴ്സ്, നമ്മൾ ഇൻറ്റു ചെയ്തിട്ട് നേരെ റിവേഴ്സ് ചെയ്യണം. 1000നെ 100 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ആണ് ഉത്തരം കിട്ടുക, 10 ആണ് ഉത്തരം കിട്ടുക. അപ്പോൾ 10 ആണ് ആൻസർ. അടുത്തത്, let's help our friend. A friend in hospital. Each class decided to raise 1000 rupees. Details are given in the table. Fill in the amounts to be raised in the 4th day. അതായത് നമ്മുടെ ഒരു കുട്ടി, ഒരു ഫ്രണ്ട്, ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്താണ്, ഹോസ്പിറ്റലിലാണ് അല്ലേ. അപ്പൊ എല്ലാ കുട്ടികളും കൂടെ, എല്ലാ ക്ലാസ്സിലെ കുട്ടികളും കൂടെ ഓരോ ക്ലാസ്സിലും 1000 രൂപ വെച്ച് കളക്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, ഓരോ ക്ലാസ്സും 1000 രൂപ വീതമാണ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ 4 ദിവസം കൊണ്ട് 1000 രൂപ കളക്ട് ചെയ്തിട്ട് കൊടുക്കണം. ഇതാണ് പരിപാടി, ഇതാണ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, 4 A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. അപ്പൊ 4 ദിവസം കൂടി ചേർന്നിട്ടാണ് 1000 രൂപ നമ്മൾ കളക്ട് ചെയ്യുന്നത്. 3 ദിവസം കഴിഞ്ഞു, 3 ദിവസം കൂടി ഇവർ കളക്ട് ചെയ്ത എമൗണ്ട് ആണ് ഓരോ ദിവസത്തിനും ഇവിടെ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1000 രൂപയാവാൻ, അത് 1000 രൂപ കൊടുക്കണം. അപ്പൊ 1000 രൂപയാവാൻ 4ാമത്തെ ദിവസം എത്ര രൂപ കളക്ട് ചെയ്യണം, അതാണ് ഈ കോളത്തിലുള്ളത്. ഓക്കെ, അത് നമുക്ക് 4th A നോക്കാം. 4th A ഫസ്റ്റ് ഡേ 310 അല്ലെ, 310, 310, 400. സെക്കൻഡ് ഡേ 490, തേർഡ് ഡേ 100. അപ്പൊ ടോട്ടൽ പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ 3 കോളത്തിലും കൂടെ പ്ലസ് ചെയ്യാം. അത് നമുക്ക് 4 A ചെയ്യാം. 310, 490, 100. ആൻസർ എത്രയാ നോക്കൂ, 0 0 0 പ്ലസ് ചെയ്തു 0, 1ഉം 9ഉം കൂടി പ്ലസ് ചെയ്തപ്പോൾ 10 കിട്ടി. അപ്പൊ നമ്മൾ 1 മേലെ എഴുതി, 0 താഴെ എഴുതി. അടുത്തത് 1ഉം 3ഉം 4ഉം 1ഉം, ഇത് 4ഉം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ ഉത്തരം എന്താ കിട്ടുന്നത്, 9. അപ്പൊ നമുക്ക് ആൻസർ 900 കിട്ടിയില്ലേ. അപ്പൊ ടോട്ടൽ എത്രയാണ്, 900. അതുപോലെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ 4 ബിന്റെ 4th ബിന്റെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. 400 പ്ലസ് 490 പ്ലസ് 100, ആൻസർ 990. അടുത്തത് 4th സിന്റെ 410, 290, 250, ആൻസർ എന്ത് കിട്ടി, 950. അടുത്തത് 4th ഡിന്റെ 410, 490, 99, ആൻസർ വന്നിട്ട് 999 കിട്ടി ഇല്ലേ. ഇനി എന്ത് ചെയ്യണം, എമൗണ്ട് നീഡഡ് ഓൺ ദ 4th ഡേ, 4ാമത്തെ ദിവസം 1000 റുപ്പീസ് ആവാൻ 4ാമത്തെ ദിവസം ഇവർ എത്ര രൂപ കളക്ട് ചെയ്യണം എന്നാണ് കണ്ടുപിടിക്കുന്നത്. അതിനെന്ത് ചെയ്താൽ മതി, 1000 ഈ ഓരോ എമൗണ്ടും മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കൂ, ആദ്യം 4th A ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, 4th A കണ്ടുപിടിക്കാൻ നോക്കിയാൽ ആദ്യം 1000 നിന്നും 900 കുറയ്ക്കുക, മൈനസ് ചെയ്യുക. അപ്പൊ എങ്ങനെ ചെയ്യേണ്ടത്, ആദ്യം 0 കുറച്ചു 0, വീണ്ടും അടുത്തത് 0 കുറച്ചു 0. ഇവിടെ 0 9 കുറയ്ക്കാൻ പറ്റുമോ, ഇല്ല. അപ്പൊ അടുത്ത നമ്പർ നമ്മൾ എന്ത് ചെയ്തു, അടുത്ത നമ്പറിന് 1 വാങ്ങി. അപ്പൊ ഇവിടെ 10 ആയി. ഇവിടെ എന്തായി, 1 ഇങ്ങോട്ട് പോയാൽ ഇവിടെ 0 ആയി. അതിന് 10 9 കുറച്ചു, ഇവിടെ 1, ഇവിടെ 0 ആണുള്ളത് അല്ലേ. അപ്പൊ 1000 900 കുറച്ചാൽ ആൻസർ എന്താണ്, 100. ഓക്കെ, 100. അടുത്ത 4th ബിന്റെ 1000 990 കുറച്ചു, ആൻസർ എന്ത് കിട്ടി, 10 കിട്ടി അല്ലേ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ നോക്കൂ, നമ്മൾ ക്യാരി ചെയ്തെടുത്ത് ക്യാരി ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളിവിടെ എന്താണ്, 0 ചെറിയ നമ്പറിന് വലിയ നമ്പർ കുറയ്ക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം, അടുത്ത നമ്പർ നമ്മൾ ക്യാരി ചെയ്യും, 1 ക്യാരി ചെയ്യണു. അങ്ങനെയാണ് നമ്മൾ കുറച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് സ്റ്റെപ്സ് എന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പൊ 1000 990 കുറച്ചപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി, 10 കിട്ടി. അടുത്തത്, അതായത് ഇവിടെ നോക്കൂ, 0 കുറയ്ക്കാൻ കുറച്ചു 0, അടുത്ത 0 9 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ 0 എന്ത് ചെയ്തു, 1 ഈ അടുത്തുള്ള നമ്പറിന് ചോദിച്ചു, ഈ 0ന്റെ കയ്യിൽ ചോദിച്ചു. ഇവിടെ ഈ 0യിൽ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ, ഇല്ല. അപ്പൊ ഈ 0 അടുത്ത 1ന്റെ കയ്യിൽ ഒന്ന് ചോദിച്ചു. അപ്പൊ 1 1 ഇങ്ങോട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ 0 ആയി. 1 1 പോയപ്പോ ഇവിടെ 0 ആയി. 1 ഈ 0ക്ക് 1 കൊടുത്തപ്പോൾ ഇവിടെ എന്തായി, 10 ആയി അല്ലേ. 0 എന്തായി മാറി, 10 ആയി മാറി. അങ്ങനെ എന്താണ് 0, അത് നമ്മൾ ഒന്ന് വാങ്ങുക എന്നതിന്റെ അർത്ഥം എന്താണ്, 10 കിട്ടുന്നു എന്നാണ് കേട്ടോ. അതായത് 1 വാങ്ങിയ എങ്ങനെയാണ് 10 ആവുക എന്ന് ചിന്തിക്കരുത്. അതായത് നമ്മൾ എപ്പോഴും നമ്മൾ മൈനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കടം വാങ്ങുക എന്നൊക്കെ പറയും മലയാളത്തിൽ, അല്ലെങ്കിൽ ക്യാരി ചെയ്തു എന്ന് പറയും, ക്യാരി ബോട്ട് ചെയ്തു പറയും. അപ്പൊ അത് എന്താ വെച്ചാൽ 1 വാങ്ങി എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എങ്ങനെ 1 വാങ്ങുമ്പോൾ എങ്ങനെ 10 ആവും എന്ന് ചിന്തിക്കരുത്. നമ്മൾ 1 ക്യാരി ചെയ്തു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 10 വാങ്ങി എന്നാണ്, 10 വാങ്ങി. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ 0 ആണ്. ഈ 1ന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് 10 കൊടുത്തു, ഇങ്ങോട്ട് 1 കൊടുത്തു, ഇങ്ങോട്ട് 1 കൊടുത്തു, ഇവിടെ 1 കൊടുത്തു. ആരാ വാങ്ങിയത്, 0 വാങ്ങിയത്. അപ്പൊ ആ 0ത്തിന് കയറ്റി മേലെ ഇട്ടു. അപ്പൊ 1ഉം 0 ചേരുന്നു, അപ്പൊ 10 ആയി. കണ്ടോ, നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞതാണ്. 10 ആയി.
ഇനി 10 എന്ത് ചെയ്തു, ഇവിടെ ഒരു ആളാണ് കടം ചോദിച്ചത് അല്ലെ, അപ്പൊ ഈ 10 എന്ത് ചെയ്തു, ഇങ്ങോട്ട് 1 കൊടുത്തു, അപ്പൊ ഇവിടെ 10 ആയി, ഇവിടെ എന്തായി 10 1 കുറച്ചപ്പോ ഇവിടെ 9 ആയി. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ 1990 കുറച്ചാൽ ആൻസർ 10. ഓക്കെ, അടുത്തത് 1950. ഫോർത്ത് സീൻ്റെ നമുക്ക് ചെയ്യാം. 1950 കുറച്ചു, ആൻസർ എന്ത് കിട്ടി നമുക്ക്, ആൻസർ 50 കിട്ടി. അടുത്തത് നമ്മൾ 1000 999 കുറച്ചപ്പോൾ ആൻസർ നമുക്ക് എന്താ കിട്ടുന്നത്, 1 ആണ് കിട്ടുന്നത് അല്ലേ, 1 കിട്ടി അല്ലേ. അപ്പൊ ഇത്രയും നമ്മൾ കിട്ടി, നമ്മൾ കോളത്തിൽ എഴുതുക. ഫോർത്ത് എന്റെ 4ാമത്തെ ദിവസം കളക്ട് ചെയ്യേണ്ടത് 100, ഫോർത്ത് ബിന്റെ 10, ഫോർത്ത് സിന്റെ 50, ഫോർത്ത് ഡിന്റെ 1. നെക്സ്റ്റ് 1000 and 1000 completed. ലെറ്റ്സ് ഗീവ് ഇറ്റ് ടു ദ ഹെഡ് മാസ്റ്റർ. അപ്പൊ 4 ക്ലാസ്സുകാരും 1000 രൂപ കളക്ട് ചെയ്തു. അപ്പൊ എന്താ ചെയ്യുന്നത്, നമുക്ക് ഹെഡ് മാസ്റ്ററിന്റെ കയ്യിൽ കൊടുക്കാന്ന് പറയാണ്. ദ 4 ക്ലാസ് ലീഡേഴ്സ് ഗേവ് ദ മണി ടു ദ ഹെഡ് മാസ്റ്റർ. അങ്ങനെ 4 ക്ലാസ്സിലും ലീഡേഴ്സ് കാശ് കൊണ്ടുപോയിട്ട് ഹെഡ് മാസ്റ്ററിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ എമൗണ്ട്. നമുക്ക് ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാം. ഹൗ മച്ച് ഡിഡ് ഫോർ എ ആൻഡ് ഫോർ ബി ഗീവ്. അപ്പൊ 4 എയും 4 ബിയും കൂടെ ചേർന്നാൽ 4 എയുടെ കാശും 4 ബിന്റെ കാശും കൂടെ ചേർന്നാൽ എത്ര രൂപയായി എന്നാണ് ചോദ്യം. അപ്പൊ എന്ത് ചെയ്യും, 4 എന്റെ എമൗണ്ട് എത്ര ടോട്ടൽ, എല്ലാ 4 ക്ലാസ്സുകാർ 1000 ആണ് കൊടുക്കുന്നത്. 1000 rupees ആണ് കൊടുക്കുന്നത്. ഫോർത്ത് എയും 1000 കൊടുത്തു, ഫോർത്ത് ബിയും 1000 കൊടുത്തു. രണ്ടും കൂടെ ചേർന്നാൽ എത്ര രൂപ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, 2000 കൂടെ പ്ലസ് ചെയ്യുക. 1000 പ്ലസ് 1000 ആൻസർ എന്താണ്, 2000. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ പറഞ്ഞിരുന്നു 2000, 2000 ചേരുമ്പോൾ ഉത്തരം എന്താന്നാ പറഞ്ഞത്, 2000. അത് നമ്മളിങ്ങനെ എഴുതി പ്ലസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അല്ലാണ്ട് തന്നെ അറിയില്ലേ. 3000 ചേരുമ്പോൾ ഉത്തരം എന്താണ്, 3000. 3000 ചേരുമ്പോൾ അല്ലെ, 3000 ചേരുമ്പോൾ 3000. അപ്പൊ 4000 ചേരുന്ന സമയത്താണ് 4000 ആവുന്നത്. അപ്പൊ ഇവിടെ 2000, ഇവിടെ 1000 ഉണ്ട്, ഇവിടെ 1000 ഉണ്ട്. അപ്പൊ എന്തായി മാറി, 2000. ആൻസർ 2000. അടുത്തത് together with the amount from fourth C this become, അതായത് ഈ 2000ന്റെ കൂടെ ഒരു 1000 കൂടെ വന്നാൽ, ഫോർത്ത് സിയിൽ ഒരു 1000 കൂടെ വന്നാൽ ആൻസർ എന്താണ് ആവുന്നത്, 3000. together with the amount from fourth D, 4 ഡിന്റെയും കൂടെ കാശാണെങ്കിലോ 3000 കൂടെ 1000 കൂടെ വന്നാൽ ആൻസർ എന്താണ്, 4000. What is the total amount from 4 classes? 4 ക്ലാസ്സുകൾ കൂടി ചേരുന്ന സമയത്ത് 1000 plus 1000 plus 1000 plus 1000 4000. 4 thousands, 4 thousands make 4000. 10 thousands make, അങ്ങനെയാണെങ്കിൽ 10 thousands make ചെയ്യുന്നത് എന്തായിരിക്കും, 10,000 ആയിരിക്കും അല്ലെ. 10 thousands make ചെയ്യുന്നത് എന്താണ്, 10,000. ഇത് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാ വായിക്കുക, 10,000. അടുത്തത് ഒരു പാറ്റേൺ ആണ്, നമ്പർ പാറ്റേൺ ആണ്, അത് ഫില്ല് ചെയ്യുക. ഫിൽ ഇൻ ദ നമ്പേഴ്സ്. അപ്പൊ നമ്മൾ ഇത് നമുക്ക് കിട്ടില്ല, നമ്മൾ ഇങ്ങനെ ഇതുപോലെ എഴുതിയൊന്നും പ്ലസ് ചെയ്യേണ്ട ആവശ്യമില്ല. 1000, 2000, അടുത്ത് എന്താണ് 3000, 4000, 5000. അടുത്തത് ഇവിടെ കുറഞ്ഞാണ് വരുന്നത്, അതായത് ഇവിടെ നമ്മൾ എമൗണ്ട് കൂടി വന്നു, ഇവിടെ കുറഞ്ഞാണ് വരുന്നത്. ആദ്യം 9000, പിന്നെ 8000, അടുത്ത് കുറവാണ് 7000, പിന്നെ ബാക്കിലോട്ടാണ് പോകുന്നത് 6000, 5000. അടുത്തത് ടു ഗെറ്റ് 1000, നമുക്ക് 1000 കിട്ടാൻ പല രീതിയിൽ നമുക്ക് പ്ലസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏതൊക്കെ നമ്പേഴ്സ് എങ്ങനെയൊക്കെയാണ് പ്ലസ് ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ 1000 കിട്ടണമെങ്കിൽ 850 കൂടെ ഏത് നമ്പറാണ് പ്ലസ് ചെയ്യേണ്ടത്, 925 കൂടെ ഏത് നമ്പർ പ്ലസ് ചെയ്യണം, 800 കൂടെ ഏത് നമ്പർ പ്ലസ് ചെയ്യണം, 999 കൂടെ ഏത് നമ്പർ പ്ലസ് ചെയ്യണം. എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നമ്മൾ ഈ തന്ന നമ്പേഴ്സ് എന്ത് ചെയ്യുക, 1000 എന്ന് മൈനസ് ചെയ്യുക. ഓരോന്നും തനിച്ച് ചെയ്യണം. അതായത് നമ്മൾ ഇവിടുത്തെ നമ്പർ കണ്ടുപിടിക്കാൻ ഇവിടെ ഈ നമ്പർ കണ്ടുപിടിക്കാൻ 1000 നിന്ന് 850 മൈനസ് ചെയ്യുക. ഇതുപോലെ മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ആൻസർ നമുക്ക് 150 ആൻസർ കിട്ടിയില്ലേ. ഇതുപോലെ മൈനസ് ചെയ്തപ്പോൾ 150 കിട്ടിയില്ലേ. അടുത്തത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, 1000 നിന്ന് 925 മൈനസ് ചെയ്ത് അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി, നമുക്ക് 75 ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ, 75. അടുത്തത് 1000 നിന്ന് 800 മൈനസ് ചെയ്തപ്പോൾ ആൻസർ എന്താ കിട്ടുന്നത്, 200. അടുത്തത് 1000 മൈനസ് 999 ആൻസർ 1. 999 കൂടെ 1 പ്ലസ് ചെയ്താൽ ആൻസർ എന്താണ്, 1000 ആണ്. അടുത്തത് 1000 മൈനസ് 5 ആൻസർ 995. നമ്മൾ 995ഉം 5ഉം കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് ആൻസർ 1000 ആവുന്നത്. ഓക്കെ, അടുത്ത് എന്ത് ചെയ്യണം, ഏതെങ്കിലും രണ്ട് സംഖ്യകൾ തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ, രണ്ട് നമ്പേഴ്സ് തമ്മിൽ പ്ലസ് ഏതൊക്കെ വേറെ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് എഴുതുക, അത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ ആൻസർ 1000 കിട്ടണം. അപ്പോൾ നമ്മളിവിടെ 500 എഴുതിയിട്ടുണ്ട്. 500 കൂടെ ഏത് നമ്പർ പ്ലസ് ചെയ്യുമ്പോഴാണ് 1000 കിട്ടുക നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം, കണ്ടുപിടിക്കാൻ ഇതുപോലെ എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. കണ്ടുപിടിക്കില്ലേ ഇത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ 500 എഴുതിയതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് നമ്പേഴ്സ് എഴുതാം, പക്ഷെ രണ്ടും കൂടെ പ്ലസ് ചെയ്യുന്ന സമയത്ത് 1000 കിട്ടണം. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് thousands ആസ് എ സം ഓഫ് 3 numbers in different way. നമ്മളിവിടെ ഏതൊക്കെ 2 digit നമ്പേഴ്സ്, ഏതൊക്കെ
3 ഡിജിറ്റ് നമ്പേഴ്സ്, അതായത് നമ്മൾ ഏതൊക്കെ 3 ഡിജിറ്റ് നമ്പേഴ്സ് പ്ലസ് ചെയ്യുന്ന സമയത്ത് രണ്ടെണ്ണം എടുത്തിട്ട് പ്ലസ് ചെയ്യുന്ന സമയത്താണ് എന്താണ് നമുക്ക് 1000 കിട്ടുക നമ്മൾ കണ്ടു. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി എന്ത് ചെയ്യാനാണ് പറയുന്നത്? ആ നമ്പേഴ്സ് 3 എടുത്തിട്ട് 3 നമ്പേഴ്സ് ഏതൊക്കെ 3 നമ്പേഴ്സ് പ്ലസ് ചെയ്യുമ്പോഴാണ് 1000 കിട്ടുന്നത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒന്ന് ചെയ്തിട്ടുണ്ട്. 850 plus 100 plus 50 ആൻസർ 1000 കിട്ടും. 925 plus 50 plus ഏത് നമ്പർ ആണ് 1000 കിട്ടുക? അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം ഈ രണ്ട് നമ്പേഴ്സ് കൂടെ നമുക്ക് പ്ലസ് ചെയ്ത് നോക്കാം. 925 plus 50 ആൻസർ 975. അത് 1000 മൈനസ് ചെയ്യുക. അപ്പൊ ആൻസർ എന്താ കിട്ടുന്നത്? 1975 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ 25. അപ്പോൾ നമുക്ക് ഈ ഏത് 3 നമ്പേഴ്സ് പ്ലസ് ചെയ്യുമ്പോഴാണ് 1000 കിട്ടുന്നത്? 925 plus 50 plus 25. അടുത്തത് 1000 കൂടെ ഏതൊക്കെ നമ്പേഴ്സ് പ്ലസ് ചെയ്യണം? 800 എഴുതിയിട്ടുണ്ട്. പിന്നെ വേറെ രണ്ട് നമ്പേഴ്സ് കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് 1000 കിട്ടുന്നത്. ഏതൊക്കെ നമുക്ക് എഴുതാം? നമ്മൾ എഴുതിയിരിക്കുന്നത് 100 100. 800 plus 100 plus 100 1000 ആണ്. എങ്ങനെ വേണമെങ്കിലും എഴുതാം. നമുക്ക് അറിയാം 1000 800 മൈനസ് ചെയ്യുമ്പോൾ ആൻസർ 200 ആണെന്ന് എഴുതാം, അറിയാലോ. അപ്പൊ ഈ 200 ഇവിടെ രണ്ട് രീതിയിൽ എഴുതാം. ആണെങ്കിൽ ഇവിടെ 100 എഴുതാം, അല്ലെങ്കിൽ 150 150 എഴുതാം. എങ്ങനെ എഴുതിയാലും ഈ രണ്ട് നമ്പേഴ്സും കൂടെ കൂട്ടുമ്പോൾ ഉത്തരം 200 വരാൻ പാടുള്ളൂ. അടുത്തത് ഇതുപോലെ വേറെ ഏതൊക്കെ 3 നമ്പേഴ്സ് പ്ലസ് ചെയ്യുമ്പോഴാണ് 1000 കിട്ടുക? 500 plus 200 plus 300 കിട്ടുന്നില്ലേ? 1000 കിട്ടുന്നില്ലേ? ഇതുപോലെ നിങ്ങൾക്ക് വേറെ ഏതൊക്കെ നമ്പേഴ്സ് ആണ് പ്ലസ് ചെയ്യുമ്പോഴാണ് 1000 കിട്ടുന്നത് ഇതിന്റെ കൂടെ എഴുതി ചേർക്കുക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട്, ഒന്നാമത്തെ ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടിന്റെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ ചാപ്റ്ററിന് നെക്സ്റ്റ് പാർട്ട് ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം ബാക്കി പോർഷൻസ് കാണുക. അതേപോലെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്